ഞാൻ ദേ 3 പിള്ളേരും ആയിട്ട് ഈ വാടകയ്ക്ക് ഒരു കുഞ്ഞു വീട്ടില് താമസിക്കുന്നതാണ്. ഈ വണ്ടി ഓടിച്ചാണ് ജീവിക്കുന്നത്. വർഷങ്ങളായിട്ട് ഞാൻ വണ്ടി ഓടിച്ചാണ് ജീവിക്കുന്നത്. ഒരു വരുമാനം മാത്രമേ എനിക്കുള്ളൂ. ഇതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇത് മന്ത്രിയുടെ കാല് പിടിക്കാന്ന് ഓർത്തുകൊണ്ട് മന്ത്രി എടുത്ത് ചെന്നപ്പോഴേക്കും അവിടെ അടുപ്പിച്ചില്ല. മന്ത്രി എടുത്ത് കാല് പിടിച്ച് ക്ഷമ പറയാന്ന് ഓർത്തുകൊണ്ട് ചെന്നു. അങ്ങ് അവിടെ ഒരു രക്ഷയിലായിരുന്നു. അങ്ങനെ സംഭവിച്ചു. സ്റ്റാൻഡിലേക്ക് കയറാൻ നേരത്ത് വന്നു. അവിടെ വന്ന് ഇപ്പൊ അവിടെ ആരും പോലീസുകാരും വണ്ടി തിരിച്ചു വിടാനില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു അവിടെ പരിപാടി നടക്കണമായിരിക്കും. അറിയില്ലായിരുന്നു. ഞാൻ വണ്ടി അവിടെ നിന്ന് ഒരു പോലീസ് വണ്ടി ഇറങ്ങി വന്നു. പോലീസ് വണ്ടി ഇറങ്ങി വന്നപ്പോ അവരും പറഞ്ഞില്ല. പിച്ചിട്ടില്ലെന്ന് ഓർത്തുകൊണ്ട് ഞാൻ സ്റ്റാൻഡിലേക്ക് കയറി പോയതിന് വഴിക്ക് ഒരു കാറ് വട്ടം തിരിച്ചപ്പോ ഞാൻ ഓൺ അടിച്ച് ഇപ്പൊ ഓൺ സ്റ്റക്കായി പോയി. ഇപ്പൊ ഞാൻ സ്റ്റാൻഡിന്റെ അകത്ത് കയറിയിട്ട് വണ്ടി അവിടെ നിർത്തിയിട്ട് ഞാൻ വയറൊക്കെ വെച്ച് പിടിച്ചപ്പോഴേക്ക് KSRTC ഡിപ്പോയിൽ നിന്ന് ഒരു ഇലക്ട്രീഷ്യൻ വന്ന് ആ വയറ് വലിച്ചു പിടിച്ചു. അങ്ങ് കണ്ടിട്ട് വെഹിക്കിൾമാർ അവിടെ നാട്ടിയ വെഹിക്കിൾമാരൊക്കെ ഉണ്ടായിരുന്നു. വെഹിക്കിൾമാരെ എന്നോട് പറഞ്ഞു വണ്ടി പൊക്കോന്നും പറഞ്ഞ് ഞാൻ വണ്ടി സ്റ്റാൻഡിലേക്ക് പോന്നു. ഇതിന് ശേഷം എന്റെ വണ്ടി പിടിച്ചു. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നപ്പോ തന്നെ ഒരു കാഴ്ചകൾ മാധ്യമങ്ങൾ അതിനെ എങ്ങനെ വളച്ചൊടിക്കുന്ന കരുതില്ല. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രൈവറ്റ് ബസ് ബഹുമാനപ്പെട്ട MLA പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 15 വരുവാന്ന് അദ്ദേഹം വിചാരിച്ച്. ഞാനും പേടിച്ചു പോയി. കാരണം അവിടെ നിന്ന് നിറച്ചാളയും വെച്ചോണ്ട് റോക്കറ്റ് വന്ന സ്പീഡിൽ അകത്തോട്ട് പോകുന്നതാണ്. അപ്പൊ ഞാനിങ്ങനെ നോക്കിയിരുന്ന് എവിടെ ഇട്ട് പിടിക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ അതിലേ പോയെന്നാണ് വിചാരിച്ചത്. പക്ഷെ എനിക്ക് ഇവിടുത്തെ ഭൂമിശാസ്ത്രം അറിയത്തില്ലായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അതിനേക്കാൾ സ്പീഡിൽ പുറത്തോട്ട് പോകുന്നുണ്ട് ഹോൺ അടിച്ചോണ്ട്. ഇതിനകത്ത് ഇത്രയും ഹോൺ അടിക്കേണ്ട കാര്യം എന്തൊരു ബസ് സ്റ്റോപ്പല്ലേ, ബസ് സ്റ്റാൻഡിനകത്തല്ലേ? നിങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കുക. നമ്മളെല്ലാം അത്ഭുതപ്പെട്ടു. ഫയർ എഞ്ചിനാണെന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന MLA തെറ്റിദ്ധരിച്ച പോലെ ഞാനും തെറ്റിദ്ധരിച്ചു. ഇതെന്താണ് ഇങ്ങനെ പാഞ്ഞു വരുന്നത്? എന്തെങ്കിലും ബ്രേക്ക് വല്ലതും പോയി വരികയാണോ എന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന്റെ പെർമിറ്റ് പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. പ്ലാസ്റ്റിക് കുപ്പികൾ നീക്കം ചെയ്യാത്തതിനെ തുടർന്ന് സ്ഥലമാറ്റം നടപടി നേരിട്ട KSRTC ഡ്രൈവർ ജെയ്മോൻ ജോസഫ് ഹൈക്കോടതിയെ സമീപിച്ചു. മാധ്യമങ്ങളെ വിളിച്ചു വരുത്തിയ ശേഷം വാഹനം തടഞ്ഞ മന്ത്രി ഗണേഷ് കുമാർ മോശമായി പെരുമാറിയെന്ന് ഹർജിയിൽ പറയുന്നു. ഹർജിയിൽ KSRTCക്ക് ഹൈക്കോടതി നോട്ടീസ്. എന്നെ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആയൂരിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. വാഹനത്തിന് മുന്നിൽ കുപ്പികൾ നിരത്തിയിട്ടു എന്നതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചായിരുന്നു ആ നടപടി എടുത്തത്. പക്ഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കോടതിയിൽ നേരിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്ഥലം മാറ്റം അന്യായമാണ്. സാധാരണഗതിയിൽ ഒരാൾക്ക് കിട്ടേണ്ട അവകാശങ്ങളുടെ ലംഘനമാണ്. മാത്രമല്ല മന്ത്രി വാഹനം തടയുകയും അതിനനുസരിച്ച് മാധ്യമങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെയാണ് പെരുമാറിയത്. അത് അങ്ങേയറ്റം അപലപനീയമാണ്. ആ രൂപത്തിൽ സ്ഥലം മാറ്റം റദ്ദാക്കണമെന്നതുൾപ്പെടെയാണ് ആവശ്യം. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് തന്റെ ഭാഗം കേട്ടിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ മന്ത്രിയുടെ ഒരു പ്രസ്താവന മാത്രം അംഗീകരിച്ചുകൊണ്ടാണ് KSRTC ഇപ്പോൾ ഈ തരത്തിൽ തന്നെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് സ്ഥലം മാറ്റം റദ്ദാക്കണം, ഇത് തന്റെ ഭാഗം കൂടി കേൾക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതിയെ ജെയ്മോൻ ജോസഫ് അറിയിച്ചിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി KSRTCയോട് വിശദീകരണം തേടിയിരിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഈ കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്.